നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നെതന്യാഹു ട്രംപിനെ മനസ്സിലാക്കുന്നതിൽ പിഴച്ചുപോയോ, അമേരിക്ക ഇസ്രായേലിനെ കൈവിടുകയാണ്, ലോകം മുഴുവൻ ആനന്ദിക്കുന്നു അല്ലെങ്കിൽ ലോകം മുഴുവൻ കൈയടിക്കുന്നു, സമാധാന കരാർ വരികയാണ്, ലോകത്തിലുള്ള എല്ലാ വിപണികളും ഉയരുന്നു, എണ്ണ വിപണി താഴേക്ക് വരുന്നു. പക്ഷേ ഇസ്രായേലിലെ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്കാണ് പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. കാരണം അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പരിസമാപ്തി ഈ യുദ്ധത്തിൽ നമ്മൾ അവസാനിച്ച് നമ്മൾ കാണുന്നില്ല. കാരണം എന്താണോ ഇസ്രായേലിൻ്റെ ആവശ്യം, അതായത് ഇറാൻ്റെ മിസൈൽ പ്രോഗ്രാംസ്, ആണവ ഇൻവെസ്റ്റ്മെൻറ്റ്, അതോടൊപ്പം തന്നെ പ്രോക്സീസ്, ഇതൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം മനസ്സിലാക്കുന്ന സംഭവം എന്ന് പറയുന്നത് നെതന്യാഹുവിന് എവിടെയാണ് പിഴച്ചു പോയിരിക്കുകയാണോ, എന്താണ് ഇത്? കാരണം വർഷങ്ങളോളമായി ലോകം മുഴുവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രഹസ്യമായിട്ട് ഇസ്രായേൽ അമേരിക്കയെ കൺട്രോൾ ചെയ്യുന്നു. അതായത് അമേരിക്കയുടെ ഫോറിൻ പോളിസി എല്ലാം ഇസ്രായേലിനുമായി സംബന്ധിച്ചതാണ്, അല്ലെങ്കിൽ അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിടയ്ക്കുന്നത് ഇസ്രായേലാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്ന പല ചുരുക്കങ്ങളും ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു സംഭവമാണ്. അത് ഈ പറയുന്ന സമാധാന കരാറോടെ നമ്മൾ ലോകത്തിന് ഏകദേശം മനസ്സിലായിരിക്കുകയാണ് ഇത് തെറ്റാണ് എന്ന്. കാരണം അമേരിക്കയുടെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഫസ്റ്റ് ആണ്. അതായത് ഇസ്രായേലോ അല്ലെങ്കിൽ ഇന്ത്യയോ അല്ലെങ്കിൽ ഒരു രാജ്യമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഉണ്ട്. അതിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ ആർക്കും സാധിക്കില്ല, തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഒരുപക്ഷെ ഈ പറഞ്ഞ യുദ്ധത്തിന് മുമ്പ് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ട്രംപ് ഈ പറഞ്ഞ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിലെന്തുകൊണ്ട് നെതന്യാഹു ഒരുപക്ഷെ എസ് പറഞ്ഞ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്ക ജനുവരി 1 തീയതിയാണ് മഡൂറോനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം അവിടെ ചെന്നുകൊണ്ട് മഡൂറോയെ പിടിക്കുന്നു, അങ്ങനെ കൊണ്ടുവരുന്നു, അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കയുമായി സംസാരിക്കുന്നു. അങ്ങനെ വളരെ ശാന്തമായിട്ട്, അതായത് ഇതാണ് ഞങ്ങളുടെ ഫോറിൻ പോളിസി, അല്ലെങ്കിൽ ഇതാണ് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ലോകത്തിന് നൽകാൻ പോകുന്നു പറയുന്ന അമേരിക്ക കുറച്ച് ഏകദേശം ഈ ആനന്ദ കൊടുമുടി എന്ന് പറയില്ല, അതായത് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടി നിൽക്കുമ്പോഴാണ് യുദ്ധത്തിലേക്ക് പോകുന്നത്. ട്രംപ് വിചാരിച്ചു കാണുമായിരിക്കും, ട്രംപ് എന്ന് പറഞ്ഞ ചില്ലറക്കാരനാണ്, ട്രംപിന് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയാം, ഇറാൻ എന്ന് പറഞ്ഞ ബാഡ് ആക്ടറാണെന്ന് അറിയാം. ഇതുവരെ 6 പ്രസിഡന്റുമാർ കൈവെക്കാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ട്രംപ് എത്തിയിരിക്കുന്നത്. കാരണം ഇറാൻ എന്ന് പറയുന്ന 6 പ്രസിഡന്റുമാർ കൈവച്ചില്ല. ട്രംപിന് ഉദ്ദേശം ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന ഇറാനെ ഒരു വശത്താക്കണം എന്നുള്ള ട്രംപിന്റെ അമിതമായ ആത്മവിശ്വാസമാണോ? കാരണം ട്രംപ് ഇങ്ങനെയായിരിക്കും ചിന്തിച്ചു കാണുക ഒരു പക്ഷേ. അതായത് ഇറാഖിൽ ജോർജ് ബുഷ് സംഭവിച്ചു പോയിരിക്കുന്നത്, ജോർജ് ബുഷ് എന്ന് സംഭവിച്ച താഴെ നിന്നുള്ള ഭരണ മാറ്റം, അതായത് ആദ്യം അവിടെയുള്ള എലീറ്റായിട്ടുള്ള ഇറാഖിലെ എലീറ്റുകളെയൊക്കെ അമേരിക്കയിലേക്ക് നാടുകടത്തി കുറേ പേരെ കൊന്നൊടുക്കി. ഏറ്റവും അവസാനമാണ് സദാം ഹുസൈനെ കണ്ടെന്ന്, എന്നിട്ട് പോലും അത് പാളിപ്പോയി. 8 വർഷത്തോളം എടുത്തു ഇറാഖ് യുദ്ധം. അതായത് അടിയുന്നൊരു ഭരണ കൈമാറ്റം ആഗ്രഹിച്ചു, അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. അപ്പൊ ട്രംപ് ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചു കാണുമായിരിക്കും, ഒരുപക്ഷെ ഇറാനിൽ നമുക്ക് തിരിച്ച് വേറെ തലവനെ ആദ്യം നമുക്ക് കൊലപ്പെടുത്താം, അതായത് ഈ പറയുന്ന അവരുടെ ആത്മീയ നേതാവിനെ ആദ്യം കൊലപ്പെടുത്താം, എന്നിട്ട് താഴെയുള്ള നേതാക്കന്മാരെ കൊലപ്പെടുത്താം. അങ്ങനെ ഒരു ഭരണ കൈമാറ്റം ഒരുപക്ഷെ ആ ഒരു അവസരത്തിൽ, ഒരുപക്ഷെ ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു അവസരത്തിൽ ഒരു പക്ഷേ വേണമെങ്കിൽ നെതന്യാഹു വേണമെങ്കിൽ യെസ് പറഞ്ഞുകൊണ്ടുമായിരിക്കാം ഒരു യെസ് നമുക്ക് ലെറ്റ്സ് പോകാമെന്നുള്ളത്. പക്ഷേ ഇവിടെ ആയിരിക്കും ഒരു പക്ഷേ നെതന്യാഹുവിന് പിഴച്ചു പോയത്. കാരണം ട്രംപിന്റെ ഈ ഒരു ആവശ്യങ്ങൾ, ട്രംപ് ഒരു പക്ഷേ അമേരിക്കൻ ഫസ്റ്റ്, അമേരിക്കയാണ് തൻ്റെ എല്ലാ ദേശീയ താല്പര്യങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പോകുന്നുള്ള മനസ്സിലാക്കാൻ നെതന്യാഹു വൈകിപ്പോയത്. കാരണം ഈ അവസരത്തിൽ ഒരേ ആവശ്യങ്ങൾ പോലും ട്രംപ് ശരിക്കും പറഞ്ഞാൽ കീഴടങ്ങാണ് ഈ മെയിൻ കാരണം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് പൊളിറ്റിക്സ്. അതായത് ഈ പറയുന്ന ഇവിടെ ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു, അമേരിക്കൻസിന് ഇടയ്ക്ക് തന്നെ ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അഭിപ്രായ രൂപീകരണം സംഭവിക്കുകയാണ്. ഇതിനെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും ഭരിക്കുന്ന പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാണ്. അതോടൊപ്പം തന്നെ എണ്ണവില ഉയരുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, എണ്ണവില ഉയരുന്നു, അതോടൊപ്പം തന്നെ ഈ AI കമ്പനികൾ, അതോടൊപ്പം എല്ലാ കമ്പനികളുടെയും ചിലവുകൾ കൂടുകയാണ്. എണ്ണവില എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാരണം മാത്രമല്ല, ഒരു സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ഇതിനെ അവഗണിച്ചുകൊണ്ട് ഒരു ലോങ് ടേം പെയിൻ, അതായത് ഒരു വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഭാരം ഏറ്റെടുക്കാൻ അമേരിക്കൻസിനെ തയ്യാറാക്കാൻ ട്രംപിന് താല്പര്യമില്ല. അപ്പോൾ ട്രംപ് പിന്മാറുന്ന അവസ്ഥയിലേക്ക് വന്നു. ട്രംപ് ഉദ്ദേശിക്കുന്ന വി അച്ചീവ് സംതിങ്, ഒരുപക്ഷെ നമ്മൾ എന്തൊക്കെയോ അവിടെ ആഗ്രഹിച്ച് നേടി, ഇനി ഒരു യുദ്ധമാണ് നമ്മുടെ ഉദ്ദേശം, ഒരു കാലാകാലത്തിലേക്കുള്ള യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഇവിടെ നെതന്യാഹു ഒരുപക്ഷെ ആ ഒരു അവസരത്തിൽ യെസ് നമുക്ക് അടിക്കാം എന്ന് പറഞ്ഞു കാണുമായിരിക്കും. ഒരുപക്ഷെ ട്രംപ് ഇങ്ങനെ ചിന്തിച്ചു കാണുമായിരിക്കും.
ആ ഇസ്രായേൽ നമ്മുടെ ഹാർഡ്വെയറും കൊണ്ട് F-35 ഉള്ള അമേരിക്കയുടെ ഹാർഡ്വെയറും കൊണ്ടാണ് ഇറാനിൽ പോയി ആക്രമിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമ്മുടെ ഹാർഡ്വെയർ വെച്ച് അവൻ ആക്രമിക്കുന്നു, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് പൊക്കൂടാ? പക്ഷെ അളിയൻ അറിഞ്ഞുകൂടാ, അതായത് ഈ ഇസ്രായേലിലെ സോഫ്റ്റ്വെയറും അവരുടെയാണ് ഉപയോഗിക്കുന്നത്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടുമ്പോഴാണ് ഏറ്റവും നല്ല പെർഫോമൻസ്. ഇവിടെ സോഫ്റ്റ്വെയർ ഇസ്രായേലിൻ്റെ, ഹാർഡ്വെയർ അമേരിക്കയുടെ. ഒരുപക്ഷെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയും. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഇസ്രായേൽ ഒരു ഭിന്നമായ അഭിപ്രായമാണ് വരുന്ന ഒരു ശോകമൂകമായ അവസ്ഥയാണ്. കാരണം ഇത് ഹിസ്ബുള്ള യുദ്ധം കനക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ രൂപപ്പെടുന്നു പറയുന്നത് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ദേ ഹാവ് ടു തിങ്ക് ബിയോണ്ട് അമേരിക്ക എന്നുള്ള അവരുടെ വർഷങ്ങളായിട്ടുള്ള അല്ലേ, അമേരിക്ക ഒന്ന് മാറി ചിന്തിച്ചേ പറ്റൂ. ഒരുപക്ഷെ ഇന്ത്യ അവർ കാണുകയാണ് വലിയൊരു സഖ്യകക്ഷിയുടെ. കാരണം ഇപ്പോൾ ഓൾറെഡി ഇസ്രായേലിൻ്റെ ഡിഫൻസ് ടെക്നോളജി പാർട്ട്ണറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഡിഫൻസിനോട് മാനുഫാക്ചറിങ് കൊണ്ട് ആകെ രണ്ടാമത്തെ രാജ്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് UAE ആണ്, എബ്രഹാം അക്കോർഡിൽ കൂടെ. അതിനപ്പുറം എന്ന് പറയുന്നത് ഇസ്രായേൽ ചിന്തിക്കുകയാണ് സിംഗപ്പൂർ, മലേഷ്യ, പിന്നെ തായ്വാൻ, ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ. കാരണം ഇത് ലോങ് ടേം വാറാണ്. കാരണം എങ്ങനെയാണോ ഇസ്രായേലിൽ നീരാളി പിടിക്കാൻ ഇറാൻ ശ്രമിച്ചിരിക്കുന്നത്, ലെബനാൻ, ഹിസ്ബുള്ള, പിന്നെ സിറിയയിൽ, അതോടൊപ്പം തന്നെ പാലസ്തീൻ, ഇതേപോലുള്ള 3ഓളം രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതുപോലെ തന്നെ ഇനി ഒരു പക്ഷെ ആ ഏരിയയിൽ മാറ്റിപ്പിടിക്കാനാണ് ഇസ്രായേലിന്റെ ചിന്താഗതി. അതാണ് ഇന്നത്തെ നെതന്യാഹുവിന്റെ പ്രസംഗം തെളിയിക്കുന്നത്. വി ആർ നോട്ട് സ്റ്റോപ്പിംഗ്, ഞങ്ങൾ പുതിയ തന്ത്രങ്ങളുമായി വരികയാണ്. ഈ തന്ത്രം എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശം എന്ന് പറയുന്നത് ഇതേപോലെ പ്രോക്സിസിനുണ്ടാക്കുക, അലയൻസിനുണ്ടാക്കിക്കൊണ്ട്, അതായത് വരും കാലങ്ങളിൽ യുദ്ധം ഒരു ചെറിയൊരു വാർ ജയിക്കാൻ നമുക്ക് സൈനികർക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ വലിയൊരു യുദ്ധം ജയിക്കണമെങ്കിൽ വലിയ തന്ത്രങ്ങൾ വേണ്ടി വരും. അമേരിക്കയിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് തന്നെ. കാരണം അമേരിക്ക അവരുടെ ദേശീയ താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ച് പോകുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാവി അപകടത്തിൽ തന്നെയാണ്. നെതന്യാഹു ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ട്രംപിന് മനസ്സിലാക്കുന്ന തെറ്റ് സംഭവിച്ചിരിക്കാൻ. ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദേശീയ താല്പര്യം തന്നെയാണ്, അതല്ലാതെ വേറൊരു രാജ്യത്തിന്, അത് ഇസ്രായേലായാലും എന്ത് രാജ്യമായാലും അവരുടെ ഫോറിൻ പോളിസിയോ അവരുടെ സുരക്ഷയോ അല്ല, അവരവരുടെ രാഷ്ട്രീയം, അവരവരുടെ രാഷ്ട്രീയ അഭിലാഷങ്ങളും തന്നെയാണ്.